നമസ്കാരം. എം.എച്ച്.എസ്. മൂന്നിയൂർ 1992 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഈയിടെ അപകടത്തിൽ മരണമടഞ്ഞ 1992 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി ഖാലിദ് പി.വി.പിയുടെ ഓർമ്മക്കായി മൂന്നിയൂർ ആലിഞ്ചുവോട് പ്രതീക്ഷ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വാട്ടർ കൂളർ നൽകി. പരിപാടി സയ്യിദ് സലീം ഐദി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. വി.പി. സൈദലവി എന്ന കുഞ്ഞാപ്പു ഉദ്ഘാടനം ചെയ്തു. എം.എ. അസീസ്, അൻവർ സാദത്ത്, റഫീഖ് കെ.പി, എൻ.എം. ശംസുദ്ദീൻ, എം.എ.കെ. ഇല്യാസ്, ഫക്രുദ്ദീൻ പി.വി.പി എന്നിവർ സംസാരിച്ചു. പ്രത്യേകിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം ഞങ്ങളുടെ ബാച്ചിൽ വളരെ നേതൃത്വം കൊടുത്ത് അതിന് മുന്നിൽ നിന്ന് നയിച്ച ഒരാളായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ ഏകാലത്ത് ഓർക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ 92 ബാച്ച് അവർ എന്തെങ്കിലും സംഗതി ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ അനന്തരമായി ആലോചിച്ചപ്പോൾ ഇവിടെ ഫിൽറ്റർ കുടിവെള്ളത്തിൻ്റെ പദ്ധതി അല്ലെങ്കിൽ ഫിൽറ്റർ വെച്ച് ചുടുവെള്ളവും തണുത്ത വെള്ളമൊക്കെ കിട്ടുന്ന രീതിയിൽ ഇവിടെ വരുന്ന രോഗികൾക്ക് ഒരു ആശ്വാസമാകുന്ന രീതിയിൽ അത് ചെയ്യണമെന്ന് അൻവറിന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയും അത് എല്ലാവരും ഒറ്റ ഐക്യത്തോടു കൂടി അത് നമുക്ക് എന്തായാലും ചെയ്തു കൊടുക്കുക. നമ്മുടെ സുഹൃത്തിൻ്റെ പേരിൽ എന്ന് ഓർമ്മിക്കപ്പെടാൻ ഏറ്റവും നല്ലൊരു സംരംഭം അതാണ് ആലോചിച്ച് തീരുമാനമെടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആളുകളെ കണ്ടെത്തി ഇവിടെ ഇപ്പോൾ നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. ഏതായാലും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വർദ്ധികയായ ജീവിതം വളരെ സന്തോഷത്തിലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. പ്രത്യേകിച്ചും ചെറുപ്പക്കാരനാണ് നമ്മുടെ കൂടെയൊക്കെ ഏത് സമയത്ത് ഉണ്ടാകുന്ന ഒരാളാണ്. കുടുംബം വളരെ ചെറിയ മക്കളാണ്. നമ്മളെപ്പോലെ വളരെ ചെറിയ മക്കൾ നല്ല പഠിക്കുന്ന കുട്ടികളാണ്. ഒക്കെ അള്ളാഹുവിൻ്റെ ഫലമായ വിധി ഇതിന് നമുക്ക് ഒന്നും തീർക്കാൻ പറ്റില്ല. നമുക്കിനി പ്രാർത്ഥനകളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മിൽ ഇവിടെ പറഞ്ഞ ഖാലിദിൻ്റെ ഓർമ്മക്കായി സമർപ്പിക്കുന്ന ഒരു പരിപാടിയിലാണ് നമുക്കുള്ളത്. ഖാലിദിനെ കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചു. നമ്മൾ തന്നെ പല പരിപാടികളിൽ പങ്കെടുത്തു. ഇപ്പോഴും ഇവിടെ ശ്രമിച്ച ആളും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു. ഖാലിദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്കൂളിൽ പഠനത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ചെറുപ്പത്തിൽ തന്നെ ഒരു നല്ല സെൽസഫായുടെ ഉടമയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഖാലിദ് ചെറുപ്പത്തിൽ തന്നെ ആ കുടുംബത്തിലും ആ നാട്ടിലുമൊക്കെ നല്ല രീതിയിലാണ് വളർന്നത് എന്ന്. പിന്നെ കുന്നത്ത് പറഞ്ഞ സ്കൂളിൽ അദ്ദേഹത്തിന് സഹപാഠികളായ ഒരുപാട് ആളുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം സ്കൂൾ പഠനത്തിലേക്ക് വരികയും നമ്മുടെയൊക്കെ സഹപാഠിയായി മാറുകയും അതിലും നല്ല സ്വഭാവികമാവുകയും അധ്യാപകന്മാർക്കിടയിലും അദ്ദേഹത്തിൻ്റെ പഠന രീതിയിലുമൊക്കെ വൻ മുൻപന്തിയിലാണ് അദ്ദേഹം ഉയർന്നു പോയത്. അതോടൊപ്പം അദ്ദേഹം അദ്ദേഹവുമായി പെരുമാറിയ സഹപാഠികളൊക്കെ മനസ്സിൽ ഒരു നല്ല വ്യക്തിയായിട്ട് ഇടം പിടിച്ചത് വളരെ ചുരുങ്ങിയ കാലമുണ്ട്. അങ്ങനെ സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞു. പിന്നീട് അവരുടെ ബിസിനസ്സുമായി ഓരോരുത്തരും അവരുടെ കാര്യങ്ങളുമായിട്ട് പോയ സമയത്ത് പിന്നീട് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് നമ്മളിവിടെ വെച്ച് ഒരു സംഗമത്തിൽ വെച്ചാണ്. അവിടെ വെച്ച് തന്നെ ഖാലിദിനെ പലരും കാണുകയും ഖാലിദ് എല്ലാവരുടെ മനസ്സിലേക്കും ചെറിയ വാക്കുകളെ നല്ല പെരുമാറ്റത്തിലൂടെ അദ്ദേഹം ഒന്നുകൂടി നമ്മെ ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും ഒക്കെ കാണിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് നമുക്ക് അവരിലൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് പഠന രംഗത്തും എല്ലാ രംഗത്തും സഹപാഠികളുടെ രംഗത്ത് മനസ്സിൽ സ്ഥാനം പിടിച്ച പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവരെയും മറ്റുള്ളവരെ സഹായിക്കുന്ന രംഗത്തൊക്കെ നമുക്ക് നിർദ്ദേശം നൽകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ആവേശമായി നിർദ്ദേശം നൽകുകയും ചെയ്ത ഖാലിദിന് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മ ഈ സമർപ്പിക്കുന്നതിൽ വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഈ ദാഹജലം കുടിക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അറിയാതെ വന്നു പോകുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാകും. അത് ഖാലിദിൻ്റെ ആത്മാവിലേക്ക് നിത്യശാലിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നിർമ്മാണത്തിന് മുമ്പായിട്ടുള്ള ഒരു ചടങ്ങ് വെച്ചതാണ്. നമ്മുടെ സത്യത്തിൽ പ്രതീക്ഷ പെയിൻ പാലിയേറ്റീവിലൂടെ പഞ്ചായത്തിൽ ഏകദേശം 300ഓളം രോഗികൾക്ക് വളരെ ആശ്വാസകരമായി പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് പാലിയേറ്റീവ് പ്രവർത്തനം. കിടപ്പിലായ 296 രോഗികൾ ഇന്ന് പ്രതീക്ഷയ്ക്ക് കീഴിൽ ഉണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് വീടുകളിൽ പോയിട്ട് രാവിലെ 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഉച്ചവരെ വീടുകൾക്ക് അവരെ പരിചരിക്കുകയും ഉച്ചയ്ക്ക് ശേഷം കിടപ്പിലുള്ള ആളുകൾക്കൊന്ന് മരുന്ന് വാങ്ങുന്ന സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി നമ്മൾ കഴിഞ്ഞ ഏപ്രിലാണ് തുടക്കം കുറിച്ചത്. പുതിയ ബിൽഡിംഗ് വന്നതിന് ശേഷം തെറാപ്പിക്ക് ഏകദേശം 22-23 ആളുകൾ ഇങ്ങനെ മാറി മാറി ദിവസം വരുന്നുണ്ട്. അവർക്കൊക്കെ ചിലർക്കൊക്കെ തെറാപ്പി ചെയ്യുമ്പോൾ കുറേ പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരും ചെറിയ കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർ ചുടുവെള്ളം ആവശ്യപ്പെടും. അപ്പോഴൊക്കെ നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ട് അതല്ലെങ്കിൽ നേരത്തെ ഒരു ഫ്ലാസ്കിൽ വെള്ളം വെക്കും. അതൊക്കെ തികയാതെ വരും. അപ്പോഴാണ് നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നത്. ഒരു പിന്നെ തണുപ്പും ചൂടുള്ള വെള്ളത്തിൽ ഒരു ഫിൽറ്ററിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിരുന്നു.
അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് ഇപ്പൊ പ്രതീക്ഷയ്ക്ക് അത് സാമ്പത്തികമായിട്ട് വാങ്ങാൻ ചെറിയ പ്രയാസമുണ്ട്. കാരണം ദൈനംദിന കാര്യങ്ങളിൽ തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് പ്രതീക്ഷ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ അടുത്ത 15-ാം തീയതി ബിരിയാണി ചന്തയിലേക്ക് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 3 ലക്ഷത്തോളം 2.5-3 ലക്ഷം രൂപയുടെ മാസത്തിൽ ചെലവ് വരുന്നുണ്ട് ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പൊ മറ്റൊരു സാധനം പൈസ കൊടുത്ത് വാങ്ങാൻ സാമ്പത്തിക പ്രയാസം കൊണ്ട് വാങ്ങാൻ പറ്റില്ല എന്നോ. അപ്പോഴാണ് ഷംസും അതുപോലെ തന്നെ റഫീഖ് ഈ ഒരു ആവശ്യം എന്താണ് ഈ പ്രതീക്ഷയ്ക്ക് ആവശ്യമുള്ളതെന്നുള്ളൊരു ചോദ്യം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഏറ്റവും ഗുണകരമായ സംഗതി ഇപ്പോൾ അതാണ്. കാരണം ചുടുവെള്ളം കിട്ടാവുന്നതാണ്, അതിൽ കൂടെ തണുത്ത വെള്ളവും നവംബർ വട്ടം കിട്ടുന്ന രീതിയിലേക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനം തന്നിട്ടുള്ളത്. ഇതിൽ തന്നെ 9,000, ഞാനന്ന് വരെ 9,500 റുപ്യ സാധനം ഞാൻ വില വെച്ചിരുന്നു. കാരണം വെച്ചാൽ അന്ന് അത് ചൂടോടെ മാത്രമേ കിട്ടുള്ളൂ. ഏതായാലും നല്ല രീതിയിലുള്ള എല്ലാ കാലാവസ്ഥക്കും അനുയോജ്യമായ രീതിയിലുള്ള ഒരു മെഷീനാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് നിങ്ങൾ പോലും കാണാത്ത ഒരുപാട് രോഗികൾക്കാണ് അത് ആശ്വാസകരമായി മാറുന്നത്. ഇവിടെ നിങ്ങൾക്ക് വൈകിട്ടുള്ള സമയത്ത് വൈകുന്നേരം രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെയാണ് ഇവിടെ തെറാപ്പിക്ക് വരുന്നവരും മരുന്നിന് വരുന്നവരും മുറിവ് വെട്ടാൻ വരുന്നവരും ചിലർക്ക് എന്തെങ്കിലും ഗ്ലൂക്കോസ് സ്ഥിരമാക്കി കൊടുക്കുക. അപ്പം ഇവിടെ ചെറിയ റൂമുണ്ട്, അവർ ഗ്ലൂക്കോസ് ഇട്ട് വൈകുന്നേരം കഴിഞ്ഞാൽ നീറ്റ് പോകും. അപ്പൊ അവർക്കൊക്കെ വലിയൊരു ആശ്വാസമായ സംഗതി നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത് മുന്നോട്ട് വന്ന നിങ്ങളുടെ സഹപാഠിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി ഏതായാലും അവന്റെ നാളെ അവന്റെ നല്ല ജീവിതത്തിലേക്ക് അത് ഗുണകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് പ്രതീക്ഷയുടെ മുഴുവൻ ഏകദേശം ഇതിന്റെ എക്സിക്യൂട്ടീവ് ഭാരവാഹികളിൽ നിന്ന് നല്ലൊരു ശതമാനം ആളുകളും വന്നിട്ടുള്ളത്. ഹൈദരാക്ക ചെയർമാൻ ഹൈദരാക്ക എന്താണ് ഈ ബിരിയാണി ചലഞ്ചിൽ ബന്ധപ്പെട്ട് ഓർഡർ സ്വീകരിക്കുകയാണ്. അപ്പൊ അതിലായതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് അറിയുന്നത്. ബാക്കി ഒട്ടുമിക്ക ആളുകളും വന്നിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന ആളുകളൊക്കെയാണ് ഉൾപ്പെടെ ആളുകളാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരുള്ളത്. അതുപോലെ ഇതിൽ പ്രവർത്തിച്ചു പോകുന്നത്. ഏതായാലും നല്ലൊരു സൽപ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നോട്ട് വന്ന് നിങ്ങൾ എല്ലാവരെയും ഉത്തരട പ്രസംഗിച്ചുകൊണ്ട് എല്ലാവരുടെ ഭാഗവും നിർത്തുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചു നിർത്തുന്ന സ്ഥാപനം. നല്ല